ഇനി എന്ത് സംഭവിക്കും? ആകാംക്ഷയിലാണ് രാജ്യത്തെ പൊതുജനം. ഇനിയുള്ള ഓരോ ദിനവും രാജ്യത്തെ മതേതരത്വ വിശ്വാസിക്ക് വളരെ വിലപ്പെട്ട ദിനങ്ങളാണ്. അതെ, സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് അനുവദിച്ചു കൊടുത്ത 4 ആഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു. ജനുവരി 22-ന് സുപ്രീം കോടതി വളരെ വ്യക്തമായി കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞു, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ വശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട്. അതിനു വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് 4 ആഴ്ചകൾ അനുവദിച്ചത്. ആ 4 ആഴ്ചകൾ ഫെബ്രുവരി 22-ഓടുകൂടി അവസാനിച്ചിരിക്കുന്നു. ഏകദേശം 1 മാസമാണ് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി അനുവദിച്ച് നൽകിയത്. സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വിവരങ്ങൾ നിലവിൽ ലഭ്യമല്ലെങ്കിൽ പോലും അത് ലഭ്യമാകേണ്ടത് രാജ്യത്തെ മതേതരത്വ വിശ്വാസികളുടെ ആവശ്യമാണ്. കാരണം ആ റിപ്പോർട്ടായിരിക്കും തുടർ നടപടികളുമായി ഇനി സുപ്രീം കോടതി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളത്. ആ റിപ്പോർട്ടിൽ ഭരണഘടനാ ലംഘനമുണ്ടോ, ഏതെങ്കിലും ഒരു മതസ്ഥരെ വേട്ടയാടുന്നുണ്ടോ, മനുഷ്യരെ വിഭജിച്ച് കാണുന്നുണ്ടോ? ഭരണഘടനാ ലംഘനമാണെങ്കിൽ അത് റദ്ദു ചെയ്യാനുള്ള നീക്കവുമായി സുപ്രീം കോടതി മുന്നോട്ട് പോകും. മനുഷ്യരെ വേട്ടയാടുന്ന ഒരു നിയമമാണെന്ന് സുപ്രീം കോടതി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ സുപ്രീം കോടതിയിൽ പൊട്ടിപ്പാളിസാകും. ഇനി എന്താണ് സുപ്രീം കോടതിയിൽ സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് ഈ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കുകയില്ല. പക്ഷേ ഇനിയുള്ള ദിനങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഈ ദിനങ്ങൾ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാനുള്ള കാരണം? രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളെ മാനിച്ചായിരിക്കും സുപ്രീം കോടതി ഇനിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു പോവുക. ഒരു രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവരാനുള്ള അർഹത അത് ജനാധിപത്യ രീതിയിൽ ലോക്സഭയിൽ പാസ്സാകുന്നു, രാജ്യസഭയിൽ പാസ്സാകുന്നു, ഒടുവിൽ രാഷ്ട്രപതി ഒപ്പിടുന്നു എന്നുണ്ടെങ്കിൽ ആ നിയമം പാസ്സായി. പക്ഷേ ആ നിയമം കൊണ്ട് രാജ്യത്തെ പൊതുജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാകുന്നു, അവർ അതിനെതിരാണ്, ഒരു മതവിഭാഗത്തെ വേട്ടയാടുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അത് ബോധ്യപ്പെടൽ എങ്ങനെയാണ്? രാജ്യത്തെ പ്രതിഷേധങ്ങളെയും പ്രക്ഷോഭങ്ങളെയും മാനിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇനിയുള്ള ഓരോ ദിനവും രാജ്യത്തെ മതേതരത്വ വിശ്വാസിക്ക് പ്രധാനപ്പെട്ടതാണ്. പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമായി, ജനാധിപത്യ മര്യാദകളെ ലംഘിക്കാത്ത സമരമുറകളുമായി രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾ മുന്നോട്ട് പോയാൽ അതിനെയൊക്കെ മാനിച്ചുകൊണ്ടാകും രാജ്യത്തെ സുപ്രീം കോടതി കൃത്യമായി ഒരു വിധി പറയുക. ഇനിയുള്ള ദിനങ്ങൾ മതേതരത്വ വിശ്വാസിക്ക് പ്രധാനപ്പെട്ടതാണ്. അതിനാൽ തന്നെ പ്രതിഷേധങ്ങളാണ്, ജനാധിപത്യ മര്യാദയിലുള്ള സമരമുറകളാണ് ഇനി ഏക പോം വഴി. എന്തായാലും റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി നൽകിയ ദിവസം അവസാനിച്ചതോടുകൂടി നമുക്കിനി കാത്തിരിക്കാം ഇനി എന്ത് സംഭവിക്കും എന്നോർത്ത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.